നമുക്കിന്നൊരു കുറേ സ്റ്റീൽ പാത്രങ്ങൾ കാണാം കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റീൽ പാത്രങ്ങളാണ് ഇപ്രാവശ്യം ഓണക്കോടിക്ക് പകരം വാങ്ങിച്ചത്. അപ്പോൾ ഓണക്കോടി വാങ്ങിക്കാൻ പൈസ തന്നതാണ്. ഞാൻ നേരെ സ്റ്റീൽ പാത്രക്കടയിലോട്ട് പോയി കുറേ പാത്രങ്ങൾ അങ്ങോട്ട് വാങ്ങിച്ചു കൂട്ടി. അപ്പോൾ എൻ്റെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഞാനും നവനീതും കൂടാണ് സ്റ്റീൽ പാത്രക്കടയിൽ പോകുന്നത് കേട്ടോ. നമ്മുടെ കോഴഞ്ചേരി പാലത്തിൻ്റെ അടുത്ത് നെടുമ്പ്രയാർ എന്ന് പറഞ്ഞൊരു ജംഗ്ഷനുണ്ട്. അപ്പോൾ അവിടെയാണ് ഈ കട. മാന്നാർ മെറ്റൽസ് എന്നാണ് പേര്. ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ കടയാണ്. എല്ലാ ഐറ്റങ്ങളും ഉണ്ട് കേട്ടോ. സ്റ്റീൽ പാത്രക്കടയിൽ നിന്ന് ഞാൻ പറഞ്ഞെങ്കിലും സ്റ്റീൽ പാത്രങ്ങളുണ്ട്, അലൂമിനിയം ഐറ്റങ്ങളുണ്ട്, പിന്നെ ക്രോക്കറി ഐറ്റങ്ങളുണ്ട്, പിന്നെ ബ്രാസിൻ്റെ ഐറ്റങ്ങളുണ്ട്. അങ്ങനെ എല്ലാ തരം ഐറ്റങ്ങളും ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ പഴയ പാത്രങ്ങളൊക്കെ കുറേ ഉണ്ടായിരുന്നു. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 30 വർഷമായി. അപ്പോൾ ഈ 30 വർഷത്തെ എൻ്റെ കല്യാണത്തിന് കിട്ടിയ പാത്രങ്ങൾ വരെ ഉണ്ട് ഇവിടെ ഈ കൂട്ടത്തിൽ. ആ പാത്രങ്ങളാണ് കുറേ ഉള്ളത് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ നേരത്തെ ഞാൻ ചാക്കിനകത്ത് കെട്ടി വെച്ചായിരുന്നു. അപ്പോൾ ഓണക്കോടി വാങ്ങിക്കാൻ ചേട്ടൻ പൈസ തന്നപ്പോൾ ആ പൈസ എടുത്താണ് ഞാൻ ഇപ്പോൾ സ്റ്റീൽ പാത്രക്കടയിലോട്ട് പോകുന്നത്. അപ്പോൾ ഇനി ഇതൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഓണക്കോടി വാങ്ങിക്കാൻ പൈസയൊക്കെ തരും കേട്ടോ. പക്ഷേ ഓണക്കോടി വാങ്ങിക്കാൻ അത്ര താല്പര്യമൊന്നും ഇവിടെ ആർക്കും ഇല്ല. ആർക്കും വേണ്ട കേട്ടോ. പിള്ളേർക്കാണെങ്കിൽ ഒട്ടും വേണ്ട, ചേട്ടനാണ് ഒട്ടും വേണ്ട. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഈ ടൂറിനൊക്കെ പോകുന്നുണ്ട്. അന്നേരം കുറേ ഡ്രസ്സങ്ങ് എടുക്കും. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇപ്പം ഇങ്ങനെ ഓണം, ക്രിസ്മസ് അങ്ങനെയൊന്നും ഒരു ഓണക്കോടിയിലും അങ്ങനത്തെ ഒരു താല്പര്യം ഇവിടെ ആർക്കും ഇല്ല. ഞങ്ങൾക്ക് 4 പേർക്കും ഇല്ല കേട്ടോ. അപ്പോൾ ആദ്യം ഈ കാര്യങ്ങളൊക്കെ നടക്കാമെന്ന് വെച്ച് അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് കുറേ ഐറ്റങ്ങളുണ്ട് കേട്ടോ. എല്ലാ തരം ഐറ്റങ്ങളുണ്ട്. നല്ല രസമാണ് കാണാൻ. അലൂമിനിയം ഐറ്റങ്ങളൊക്കെ ഒരു ഭാഗത്ത്, കലങ്ങളൊക്കെ ഒരു ഭാഗത്ത്, പിന്നെ ചെമ്പുകൾ, പിന്നെ അടുക്ക് പാത്രങ്ങളൊക്കെ ഒരിടത്ത്, തൂക്കുപാത്രങ്ങൾ ഒരിടത്ത്. അങ്ങനെ നമുക്ക് പെട്ടെന്ന് സെലക്ട് ചെയ്തെടുക്കാം കേട്ടോ. തൂക്കുപാത്രം ഇടാന്ന് വെച്ചാൽ അവിടെ ചെറുതും വലുതും എല്ലാം ഉണ്ട്. നമുക്ക് പെട്ടെന്ന് സെലക്ട് ചെയ്തെടുക്കാം. അതുകൊണ്ട് ഒത്തിരി സമയം നമുക്ക് കടയിലൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് എടുത്ത് നമുക്ക് പെട്ടെന്ന് ഇങ്ങ് വരാം. നല്ല രസമാണ് അടുക്കി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അവിടെ നിൽക്കുന്ന ഒരു 1-2 പേര് എൻ്റെ സബ്സ്ക്രൈബറും കൂടാണ്. ഒരു കുട്ടി എൻ്റെ വീടിൻ്റെ അടുത്തുള്ളതാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് നല്ല സ്നേഹമായിരുന്നു. പിന്നെ അത് ആര് വന്നാലും എല്ലാവരുടെ അടുത്തും നല്ല സ്നേഹമാണ്. പിന്നെ ഞാൻ എൻ്റെ കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ എന്തായാലും ശരി, ഞാൻ അത്യാവശ്യം ഞാൻ ചെന്നത് ചോറ്റുപാത്രം വാങ്ങിക്കാനായിട്ട്. ലഞ്ച് ബോക്സ് കേട്ടോ. ലഞ്ച് ബോക്സ് വാങ്ങിക്കാനാണ്. ലഞ്ച് ബോക്സ് കൊണ്ട് എനിക്ക് യൂട്യൂബ് ചാനലിൽ എന്നും വീഡിയോ ഇടണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. പണ്ട് തുടങ്ങി അന്ന് തൊട്ടേ ആഗ്രഹമാണ്. പക്ഷേ മടി കാരണം ഇതുവരെയും ഞാൻ ലഞ്ച് ബോക്സും വാങ്ങിച്ചിട്ടില്ല, വീഡിയോ കാണിച്ചിട്ടുമില്ല. പിന്നെ ഊണെന്നും പറഞ്ഞൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അതേ ഉള്ളൂ. അപ്പോൾ ലഞ്ച് ബോക്സ്, പിന്നെ കുറേ പ്ലേറ്റുകൾ, കുറേ സ്പൂണുകൾ ഒക്കെ വാങ്ങിക്കണമെന്ന് പറഞ്ഞാണ് പോയത്. പക്ഷേ എൻ്റെ സ്വഭാവമല്ലേ, അവിടെ ചെന്നപ്പോഴത്തേക്ക് അതങ്ങ് മറന്നുപോയി. ആ കാര്യമേ ഞാനങ്ങ് മറന്നു കേട്ടോ. ബാക്കിയെല്ലാം എൻ്റെ കണ്ണിൽ നല്ല പാത്രങ്ങൾ കണ്ടപ്പോൾ അത് കുറേ വാരിക്കൂട്ടി ഞാൻ. പിന്നെ ഞാൻ ഒരു സ്റ്റീൽ പാത്രത്തിൻ്റെ നമ്മൾ ചിപ്സ് വറുത്ത ഐറ്റങ്ങളൊക്കെ ഇട്ട് വെക്കത്തില്ലേ, അത് ഞങ്ങളെ ആൾക്കാർ പണ്ട് തൊട്ടേ ഞാൻ കാണുന്നത്, ഏത് വീട്ടിൽ ചെന്നാലും ഞങ്ങളുടെ ആൾക്കാർ ഏത് വീട്ടിൽ ചെന്നാലും ശരി, നമ്മൾ സ്റ്റീൽ പാത്രങ്ങളിലാണ് ഈ വറുത്ത് കോരിയ ഐറ്റങ്ങളൊക്കെ നിറച്ച് വെക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു 1-2 അത് ചീത്തയായി. ഇപ്പം ഞാൻ അതുകൊണ്ട് ഒരേ ടൈപ്പിലുള്ള വലുതും ചെറുതും അങ്ങനെ ഒരേ 7 എണ്ണം വാങ്ങിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഞാൻ കണ്ടപ്പോഴേ എടുത്തു. പിന്നെ ഒരു മൊന്ത എടുത്തു. പിന്നെ നമ്മുടെ ടേബിളിനകത്തൊക്കെ വെക്കത്തില് ഒരു പിടിയിൽ തന്നെ 4 പാത്രങ്ങളുള്ള കൂട്ടാൻ വെക്കുന്നത്. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് ഞാൻ ഒരെണ്ണം വാങ്ങിച്ചു. ആദ്യമേ 3 എണ്ണത്തിൻ്റെയാണ് എടുത്തത്. പിന്നെ ഞാനത് മാറ്റി വെച്ചിട്ട് 4 പാത്രങ്ങളുള്ള ഒരു സെറ്റ് എടുത്ത്. പിന്നെ പിച്ചാത്തി, പിന്നെ നമ്മളെ പ്ലാസ്റ്റിക് ഫ്രൂട്ട്സൊക്കെ ഇടാൻ വേണ്ടി പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കൊട്ട എടുത്ത്. പിന്നെ എനിക്ക് വാങ്ങിച്ചതിൽ ഒത്തിരി ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഭഗവാന്റെ ലക്ഷ്മി വിളക്കില്ലേ, ലക്ഷ്മി വിളക്ക് വാങ്ങിച്ച്, ചെറിയ വാൽക്കിണ്ടി, പിന്നെ ചെറിയ ഉരുളി, അങ്ങനെ കുറേ ഐറ്റങ്ങൾ വാങ്ങിച്ച് ഒരു പ്ലേറ്റിനകത്ത് നിറച്ച് വെക്കുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട. അത്ര ഐറ്റം കുഞ്ഞു ഐറ്റമാണ്. ഞാൻ വാങ്ങിച്ചതിനേക്കാളും തീരെ കുഞ്ഞുണ്ട്. പക്ഷേ ഇതാണ് ഞങ്ങൾ വാങ്ങിച്ചത്. പിന്നെ വാങ്ങിച്ചത് നമ്മുടെ മിനി ഇഡലി തട്ട് വാങ്ങിച്ച്. മിനി ഇഡലി. അപ്പോൾ എന്നെ കളിയാക്കി, ഇതാരാ കുഞ്ഞുങ്ങളാരാ വീട്ടിലിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്, 29 വയസ്സുള്ള 27 വയസ്സുള്ള 2 തീരെ കുഞ്ഞുങ്ങളുണ്ട്, അവന്മാർക്ക് കഴിക്കാനാന്ന് പറഞ്ഞ് അങ്ങനെ മിനി തട്ട് ഇഡലി വാങ്ങിച്ചിട്ടോ. നല്ല ലാഭമാണ്.
കുറച്ച് വില കൂടുതലാണോ എന്തെനിക്കറിയത്തില്ല. ഞാൻ ഏതായാലും വാങ്ങിച്ച് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വിലയൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് വാങ്ങിക്കുക. അല്ലാതെ ഇക്കാലത്ത് വില കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും വാങ്ങിച്ചില്ല പിന്നെ നമ്മുടെ ആഗ്രഹം അങ്ങനെ അങ്ങ് പോകും. അതുകൊണ്ട് ഞാൻ എന്തായാലും വിലയൊന്നും ചോദിച്ചില്ല, അങ്ങ് വാങ്ങിച്ചു. അപ്പോൾ 2 സ്റ്റീൽ പാത്രമാണ് വാങ്ങിച്ചത്. 2 മിനി തട്ടിൻ്റെ ഇഡലി തട്ടുണ്ടായിരുന്നു, പിന്നെ 3 സാദാ ഇഡലിയുടെ തട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അടയൊക്കെ പുഴുങ്ങാൻ വേണ്ടി, അടയൊക്കെ ആവിയിൽ വെച്ച് പുഴുങ്ങാൻ വേണ്ടി ഒരു കിഴുത്തയുള്ള ഒരു തട്ടും ഉണ്ടായിരുന്നു. അങ്ങനെ 6 തട്ടുള്ള ഇഡ്ഡലി പാത്രമാണ് വാങ്ങിച്ചത്. നല്ല രസമുണ്ട് കേട്ടോ, നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ. പിന്നെ അതെല്ലാം വാങ്ങിച്ച് നമ്മൾ ബ്രാസ് ഐറ്റത്തിൻ്റെ ആണ് അവിടെ വന്നിരിക്കുന്നത്. അവിടെ വന്നപ്പോൾ എൻ്റെ തല മരവിച്ച് പോയി സത്യം പറഞ്ഞ്. ഏതെടുക്കണമെന്ന് എനിക്കറിയത്തില്ല. പൂജാമുറിയിൽ വെക്കുന്ന എല്ലാ ഐറ്റങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ എന്തായാലും ഞാൻ എടുത്തത് ഒരു ചെറിയ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ലക്ഷ്മി വിളക്കും. അപ്പോൾ ഞങ്ങൾ കുറേ പാത്രങ്ങളൊക്കെ വാരിക്കൂട്ടി അവർ എല്ലാം പാക്ക് ചെയ്യുകയാണ്. നമ്മൾ ബില്ലൊക്കെ അടിച്ച് ബാക്കി കുറച്ച് പൈസയും കൂടെ അങ്ങോട്ട് കൊടുത്താൽ മതിയായിരുന്നു. അപ്പോൾ കുറച്ച് പൈസയൊക്കെ നമ്മൾ ബില്ല് പേ ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പ്രതീക്ഷിക്കാതെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. എനിക്ക് വേറെ ഒന്നുമില്ല, എനിക്ക് വലിയൊരു ഗിഫ്റ്റ് കിട്ടി അവിടെ നിന്ന്. അപ്പോൾ ഗിഫ്റ്റ് എന്താണെന്ന് വെച്ചാൽ നോൺ സ്റ്റിക്ക് ബിരിയാണി ഉരുളിയാണ് കേട്ടോ, മലബാർ ഉരുളി എന്ന് പറഞ്ഞ് നല്ല സൂപ്പറാണ് കേട്ടോ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അത് നോൺ സ്റ്റിക്ക് കിട്ടുകയാണെങ്കിൽ ഇത്ര രൂപയുടെ വിലയാണ്. അപ്പോൾ അത് ഭയങ്കര സന്തോഷമായി എനിക്ക്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഞാൻ തന്നെയാണ് ഈ പാത്രങ്ങളൊക്കെ എടുത്ത് അകത്തോട്ട് കൊണ്ട് പോവുകയാണ്. അപ്പോൾ വരുന്ന വഴിക്ക് നമ്മൾ മറ്റേ സ്വീറ്റ് കോണില്ലേ, അതും കൂടെ വാങ്ങിച്ചായിരുന്നു കേട്ടോ. അതിപ്പോൾ അതൊക്കെ വാങ്ങിച്ച് അതെല്ലാം കൂടെ കൊണ്ട് ഞങ്ങൾ അകത്തോട്ട് കയറുകയാണ്. അപ്പോൾ കയറിയിട്ട് ഞാൻ പെട്ടെന്ന് എല്ലാ പാത്രങ്ങളും കാണിച്ചു തരാം. ഇനി ബാക്കിയെല്ലാം നമുക്ക് ഷോർട്സിലൂടെ കാണിക്കാം കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഐറ്റങ്ങൾ ഞാൻ ചെറിയ വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ. ഓണക്കോടിയൊക്കെ എടുത്ത്, ഓണസാധനങ്ങളൊക്കെ എടുത്ത്, ഓണപ്പൂക്കളമൊക്കെ ഇട്ട്, ഊഞ്ഞാൽ, ഓണത്തല്ല്, ഓണസദ്യ എല്ലാം ഒരുക്കി എല്ലാവരും നല്ല സന്തോഷവും സമൃദ്ധിയുമായ ദിവസങ്ങളാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.